ഈ പട്ടാളക്കാരൻ തന്റെ സഹപ്രവർത്തകനെ മണ്ണുകൊണ്ട് മൂടുന്നു. എന്നിട്ട് തന്റെ പുറത്തേക്ക് ഒരു ഡെഡ് ബോഡി വലിച്ചിടുന്നു. അതേസമയം ജാപ്പനീസ് സൈന്യം അവരെ കടന്നു പോകുന്നു. അവർ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അനങ്ങാതെ കിടക്കുന്നു. പെട്ടെന്നൊരു ജാപ്പനീസ് സോൾജർ അവിടെ നിൽക്കുന്നു. എന്നിട്ട് തിരിഞ്ഞ് ആ ഡെഡ് ബോഡിയിൽ പലതവണ ആഞ്ഞു കുത്തുന്നു. പക്ഷെ ഭാഗ്യത്തിന് ഇയാൾക്ക് കുത്തേൽക്കുന്നില്ല. അതിനുശേഷം അവർ പോയതും ഇയാൾ തന്റെ സഹപ്രവർത്തകനെ അവിടെ നിന്ന് വലിച്ചുകൊണ്ടു പോകുന്നു. നിർഭാഗ്യവശാൽ ഒരു ജാപ്പനീസ് സോൾജർ അയാളെ കണ്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു. പെട്ടെന്ന് തന്നെ അയാൾ ഒരു ടണലിനകത്ത് ഒളിക്കുന്നു. രാത്രി അയാൾ ടണലിൽ നിന്ന് പുറത്തു വന്ന് തന്റെ സഹപ്രവർത്തകനെ രക്ഷിക്കുന്നു. അയാൾ പരിക്കേറ്റ ഓരോ സഹപ്രവർത്തകരെയും രക്ഷിക്കാൻ തുടങ്ങുന്നു. റോപ്പ് ഉപയോഗിച്ച് ഓരോരുത്തരെയും ക്ലിഫിന് താഴെ എത്തിക്കുന്നു. അപ്പോഴേക്കും അയാളുടെ കൈമുറിഞ്ഞ് ചോര വരാൻ തുടങ്ങുന്നു. എന്നിട്ടും അയാൾ തനിക്കിനിയും സോൾജേഴ്സിനെ രക്ഷിക്കാൻ കഴിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അയാൾ വീണ്ടും സോൾജേഴ്സിനെ അന്വേഷിക്കുന്നു. അവസാനം അയാൾ ഒരു ഓഫീസറിനെ കണ്ടെത്തുന്നു. അയാൾ തന്റെ ഗണ്ണൊരു തുണിയിൽ ചുറ്റി ഹാൻഡിൽ പോലെയാക്കി ആ ഓഫീസറിനെ തുണിയിലിരുത്തി വലിച്ചുകൊണ്ടുപോകുന്നു. ആ ഓഫീസർ അവിടെ ഇരുന്ന് അവർക്ക് നേരെ വരുന്ന ജാപ്പനീസ് സോൾജേഴ്സിനെ ഷൂട്ട് ചെയ്യുന്നു. ഇയാൾ ആ ഓഫീസറിനെ ക്ലിഫിൽ നിന്ന് താഴെ ഇറക്കുന്നു. അതിനുശേഷം പരിക്കുപറ്റിയ മറ്റൊരു സോൾജറുമായി താഴേക്ക് ചാടുന്നു. അപ്പോൾ മറ്റു സോൾജേഴ്സ് അവിടേക്ക് വന്ന ജാപ്പനീസ് സോൾജേഴ്സിനെ ഷൂട്ട് ചെയ്യുന്നു. അയാൾ ഇതിനോടകം ഏകദേശം 75ഓളം സഹപ്രവർത്തകരെ രക്ഷപ്പെടുത്തി ഒരു ഹീറോ ആയിരിക്കുന്നു.